ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധി ഡിവോഴ്സിനെ കുറിച്ച് തന്നോട് പറഞ്ഞതോർത്ത് വിഷമത്തോടുകൂടി ഹോളിലിരിക്കുകയാണ് സുധീഷ്. ഈ സമയം ഓഫീസിലേക്ക് പോകാനായി ഒരുങ്ങി അവിടേക്ക് വരുന്ന നിധി പറയുന്നു, സുധീഷ് നമുക്ക് ഇന്ന് പോയി അഡ്വക്കേറ്റിനെ കണ്ടാലോ? ടെൻഷനോടുകൂടി സുധീഷ് ചോദിക്കുന്നു, ഇന്നോ? അപ്പോൾ നിധി പറയുകയാണ്, അതെ നമുക്ക് ഇന്ന് തന്നെ പോയി കാണാം. അപ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, നിധിക്ക് എന്താ ഇത്ര ധൃതി? ഇതെന്തെങ്കിലും എമർജൻസി കേസാണോ? അപ്പോൾ നിധി പറയുകയാണ്, അങ്ങനെയല്ല, നീട്ടിവെക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലല്ലോ, നമുക്ക് ഇന്ന് തന്നെ പോയി കാണാം. അപ്പോൾ സുധീഷ് പറയുകയാണ്, നമ്മൾ മാത്രം പോകണമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. അഡ്വക്കേറ്റ് ഫ്രീ ആണോ എന്ന് ആദ്യം അന്വേഷിക്കണം. ഞാൻ അന്വേഷിച്ചിട്ട് അറിയിക്കാൻ നിധി. അപ്പോൾ നിധി പറയുകയാണ്, അതൊക്കെ ഞാൻ അന്വേഷിച്ചു. നമ്മൾ അന്ന് കണ്ട അഡ്വക്കേറ്റ് അല്ല, ഇത് വേറൊരു അഡ്വക്കേറ്റാ. ഇത് കേട്ട് വിഷമത്തോടു കൂടി സുധീഷ് പറയുകയാണ്, ഓ ശരി, എല്ലാം റെഡിയാക്കിയിട്ടാണ് നിധി അപ്പം എന്റെ അരികെ വന്ന് പറഞ്ഞത്. വീണ്ടും നെറ്റിൽ കണ്ട അഡ്വക്കേറ്റ് ആണോ? നിധി പറയുന്നു, അതെ, ഞാൻ ആ അഡ്വക്കേറ്റുമായി സംസാരിച്ച അപ്പോയിന്റ്മെന്റ് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് ഈവനിങ് ചെന്ന അഡ്വക്കേറ്റിനെ കാണാം, നമുക്ക് പോയി കാണാം. ഓക്കെ എന്ന് സുധീഷ് പറയുമ്പോൾ കോളേജിലേക്ക് പോകാനായി ഒരുങ്ങി അവിടേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി എന്താ ഏട്ടനോട് എന്തോ രഹസ്യം പറയുകയാണോ? ഒരു മിനിറ്റ് നികേഷ് എന്ന് പറഞ്ഞ് സുഭാഷിനെ അവിടേക്ക് വിളിക്കുകയാണ് നിധി. എന്താ മോളെ എന്ന് ചോദിച്ച് സുഭാഷ് അവിടേക്ക് വരുമ്പോൾ നിധി പറയുകയാണ്, ഹരീഷിനെ കൂടി വിളിക്കും സുഭാഷ് ഏട്ടാ. എന്താ സുഭാഷ് ഏട്ടാ എന്ന് ചോദിച്ച് ഹരീഷ് അവിടേക്ക് വരുമ്പോൾ നിധി പറയുകയാണ്, ഞാനും സുധീഷും ഇന്ന് അഡ്വക്കേറ്റിനെ കാണാൻ പോകാനിരിക്കുക. എന്തിനാ മോളെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, നമ്മൾ ഇതിനെ കുറിച്ച് നേരത്തെ സംസാരിച്ചതാ സുഭാഷ് ഏട്ടാ. നടന്നത് ഒരു കല്യാണം അല്ലാന്ന് എനിക്കും അറിയാം, സുധീഷിനും അറിയാം. സുധീഷിനെ ഹെൽപ്പ് ചെയ്യാൻ വന്ന എന്റെ ഹസ്ബൻഡ് ആകേണ്ടി വന്ന പെട്ടുപോയതാ. സുധീഷിനെ ഞാൻ ഫ്രീ ആക്കണ്ടേ? അതിന് ലീഗലി ഇതൊരു കല്യാണം അല്ലാണ്ടാകണം. അതിനുവേണ്ടിയാ സുഭാഷേട്ടാ ഞങ്ങൾ അഡ്വക്കേറ്റിനെ കാണാൻ പോകുന്നത്. ഹരീഷ് വിഷമത്തോടുകൂടി ഏട്ടത്തിന്ന് വിളിക്കുമ്പോൾ എല്ലാവരും വിഷമത്തോടുകൂടി കുനിങ്ങി നിൽക്കുകയാണ്. ഹരീഷ് പറയാൻ മടിച്ചു നിൽക്കുമ്പോൾ നിധി പറയുകയാണ്, പറയൂ ഹരീഷ്. ഒന്നുമില്ലെന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, അതൊക്കെ ഇപ്പോഴേ വേണോ മോളെ? അപ്പോൾ നിധി പറയുകയാണ്, വേണം സുഭാഷേട്ടാ, ലീഗലിയാണ് ഞങ്ങളുടെ കല്യാണം നടന്നതെന്നും ഇത് രജിസ്റ്റർ ആകുമെന്നോ ഞങ്ങളുടെ ലീഗലി ഭാര്യയും ഭർത്താവും ആകുമെന്നോ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യം തന്നെ അതില്ലാതാക്കണം. ഇതെല്ലാം കേട്ട് നികേഷ് വളരെ വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്താ നികേഷ് നീ എന്താ വല്ലാതെ നിൽക്കുന്നത്? അപ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, അവൻ ചിന്തിക്കുന്നത് ഇവര് ലീഗലി ഡിവോഴ്സ് ആയാലും സാരമില്ല, ഏട്ടത്തെ ഇവിടുന്ന് പോകരുതെന്നായിരിക്കും. ദ്രോഹി. എന്താടാ നികേഷ് എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് ചോദിക്കുകയാണ്, ഏട്ടത്തെ ഇവിടുന്ന് പോകുവോ? ഇത് കേട്ട് സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇവന്റെ വിഷമമേ ഇതാ. നിധി പറയുന്നു, ഇവിടെ തന്നെ തുടർന്ന് താമസിക്കാൻ വേണ്ടിയാ ഞാൻ ഡിവോഴ്സ് വാങ്ങണമെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ പ്രോപ്പറായി ഡിവോഴ്സ് വാങ്ങിയതിനു ശേഷം ഞാൻ ഇവിടെ താമസിക്കുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകൂടാ. അതല്ല മോളേന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷടാ ഇതാ ശരി, ഇതാ കറക്റ്റ്, ഞങ്ങൾ ഇന്ന് തന്നെ പോയി കണ്ടിട്ട് വരാം. സുധീഷേ നമുക്ക് പോകാം. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു, പോകാം നിധി. അപ്പോൾ നിധി പറയുകയാണ്, ഓക്കെ, ഞാൻ ഈവനിങ് ഓഫീസ് കഴിഞ്ഞിട്ട് സുധീഷിനെ വിളിക്കാം. സുധീഷ് നേരെ അഡ്വക്കേറ്റിന്റെ ഓഫീസിലേക്ക് വന്നാൽ മതി. ശരി നിധി എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് വിഷമത്തോടു കൂടി ഒന്ന് ആലോചിച്ച് നിധിക്കും നികേഷിനും ലഞ്ച് ബോക്സ് എടുത്തു കൊടുക്കുകയാണ്. ശരി നമുക്ക് പോകാമെടാന്ന് പറഞ്ഞ് നികേഷിനെ കൂട്ടി നിധി അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് വളരെ വിഷമത്തോടുകൂടി അവിടേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് സുധീഷിന്റെ അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, എടാ സുധീഷേ എന്താടാ ഇത്? നിധി ഇന്ന് തന്നെ ഡിവോഴ്സ് വേണം വക്കീലിനെ കാണുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണല്ലോ. അതിന് സുഭാഷ് ഏട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടടാ, എന്താ നിനക്കില്ലേ? അപ്പോൾ സുധീഷ് പറയുകയാണ്, ആദ്യമായിട്ട് കേൾക്കുമ്പോഴല്ലേ ഷോക്ക് ആകുക, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കേൾക്കുന്നതാ. ഞാൻ ഇന്നലെ രാത്രി നിങ്ങളോട് പറഞ്ഞതല്ലേ അവൾ എന്നോട് ഡിവോഴ്സ് ചോദിക്കുന്നുണ്ടെന്ന്, നിങ്ങളത് മറന്നോ? അപ്പോൾ സുഭാഷ് പറയുകയാണ്, നീ പറഞ്ഞായിരുന്നു, പക്ഷെ ഇങ്ങനെ ഉടനെ അഡ്വക്കേറ്റിനെ കാണാൻ പോകുമെന്നൊക്കെ പറയുന്ന ഞാൻ വിചാരിച്ചില്ല. അപ്പൊ സുധീഷ് ചോദിക്കുന്നു, അഡ്വക്കേറ്റ് ഒന്നും വേണ്ട, ഞാൻ തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് വാങ്ങി തരാമെന്ന് സുഭാഷ് ഏട്ടൻ ഇനി അവളോട് പറയും. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടൻ എന്തിനാ സുഭാഷ് ഏട്ടനോട് ദേഷ്യപ്പെടുന്നത്? സുഭാഷ് ഏട്ടൻ സുധീഷ് ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലേ പറയുന്നത്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഓ പിന്നെ എന്തൊരു സ്നേഹോ, നിങ്ങളുടെയൊക്കെ സ്നേഹം എനിക്ക് അറിഞ്ഞൂടെ? നീ ഒന്ന് മിണ്ടാ നിൽക്കടാ ഹരീഷ്, ഇനി നീ സംസാരിച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. നീ എന്താടാ സുധീഷ് ഇങ്ങനെ പറയുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ പിന്നെ എങ്ങനെ പറയണം സുഭാഷ് ഏട്ടാ, ഞാൻ സുഭാഷ് ഏട്ടന്റെ അനുജനല്ലേ, ഞാൻ എന്തോരം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങൾ ആരും എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ല. എന്നെ നിധിയെ ഒന്നിപ്പിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് കേട്ട് ഹരീഷ് ചോദിക്കുകയാണ്, ഒന്നിപ്പിക്കാൻ നിങ്ങൾ എന്താ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണോ? വഴക്കുണ്ടാക്കിയിട്ട് നിങ്ങൾ നല്ല സ്നേഹത്തിൽ ഇരിക്കണമെന്ന് പറഞ്ഞ് ഒന്നിപ്പിക്കാൻ? നിങ്ങളുടെ പ്രശ്നം വേറെയാ, അതിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സുധീഷ് ഏട്ടൻ തന്നെ അത് ശരിയാക്കണം. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഞാൻ തന്നെ എന്റെ ജീവിതം ശരിയാക്കിക്കോളാം, നിങ്ങളുടെ അഭിപ്രായം വേണ്ട, നിങ്ങൾ ആരും വിഷമിക്കുകയും വേണ്ട. അപ്പോൾ സുഭാഷ് പറയുകയാണ്, സുധീഷ് നീയും നിധിയെ ഒന്നിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് നിധിയോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും, നീ തന്നെ പറ. അപ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ അത് വിട്, ഡിവോഴ്സ് അല്ലേ ചോദിക്കുന്നത്, കൊടുത്തേക്കാം. അങ്ങനെ കണ്ണു നിറങ്ങിയ സുധീഷ് പറയുകയാണ്, എനിക്കല്ലേ അവളെ ഒരുപാട് ഇഷ്ടം, അവൾ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. ഡിവോഴ്സ് വേണമെങ്കിൽ ഡിവോഴ്സ് കൊടുക്കാം, അല്ല അതിനും കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ അതും കൊടുക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കോമഡിയായി തോന്നും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയുടെ അന്ന് അവൾ എന്നെ പ്രപ്പോസ് ചെയ്യും.
ചെയ്യും. അത് നടക്കുന്നുവെന്ന് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ മ്യൂച്വലായിട്ട് ഡിവോഴ്സ് വാങ്ങണമെങ്കിൽ പോലും 6 മാസം വെയിറ്റ് ചെയ്യണം. അത് മതി സുഭാഷ് ഏട്ടാ. അതിനുള്ളിൽ ഞാൻ അവളുടെ ഭർത്താവ് എന്നെ വിട്ട് പോകാൻ പറ്റില്ല എന്ന് അവള് തന്നെ പറയും. ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കും. അതിനുവേണ്ടി ഞാൻ അവളെ ഫോഴ്സ് ചെയ്യില്ല. ഒരു ഡ്രാമയും നടത്താൻ പോകുന്നുമില്ല. എന്റെ സ്നേഹം അവള് മനസ്സിലാക്കും. അന്ന് ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചല്ല ഞങ്ങൾ കല്യാണം കഴിച്ചത്. പക്ഷേ അവൾ എന്റെ സ്നേഹം മനസ്സിലാക്കി എന്റെ കൂടെ തന്നെ ജീവിക്കും. ഇത് നടന്നിരിക്കും സുഭാഷ് ഏട്ടാ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ തന്നെ എല്ലാം നോക്കിക്കോളാം. അങ്ങനെ സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ സുഭാഷ് പറയുന്നു, എന്താടാ ഇവന്റെ ജീവിതം ഇങ്ങനെയായത്? അവരൊന്നിച്ച് ജീവിക്കണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോടാ. നിധി നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും. പക്ഷെ അതുകൊണ്ട് നമുക്ക് നിധിയോട് ഈ കാര്യം പറയാൻ പറ്റുമോ? എല്ലാം ശരിയാകും സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് ഹരീഷ് വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് സുധീഷും നിധിയും അഡ്വക്കേറ്റിനെ കാണാനായി വരികയാണ്. അഡ്വക്കേറ്റ് ചോദിക്കുന്നു, ഡിവോഴ്സ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങളല്ലേ എന്നെ വിളിച്ചത്? അപ്പൊ നിധി പറയുകയാണ്, അതെ മാഡം, എന്റെ പേര് നിധി, ഇതെന്റെ ഹസ്ബൻഡ് സുധീഷ്. അഡ്വക്കേറ്റ് ചോദിക്കുന്നു, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ലവ് മാരേജ് ആണോ അതോ ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്ന് നിധി പറയുമ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കുകയാണ്, മ്യൂച്വലായി ഡിവോഴ്സ് അപ്ലൈ ചെയ്യാനാണോ തീരുമാനം? അപ്പൊ നിധി പറയുന്നു, അതെ മാം, രണ്ടുപേർക്കും ഡിവോഴ്സ് വേണം. ഇത് കേട്ട് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് അഡ്വക്കേറ്റ് ചോദിക്കുന്നു, ഡിവോഴ്സ് വാങ്ങാനുള്ള കാരണം എന്താ? അപ്പൊ നിധി പറയുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെറ്റ് ആകുന്നില്ല മാം, അതാ കാരണം. അങ്ങനെ സെറ്റ് ആകുന്നില്ല എന്ന് മാത്രം പറയാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ശക്തമായ കാരണം വേണ്ടേ? സെറ്റ് ആകുന്നില്ല എന്ന് കോർട്ടിൽ ഒരു റീസൺ ആയിട്ട് പറയാൻ പറ്റില്ല. ഇത് കേട്ട് നിധി പറയുകയാണ്, മാം, ഞാൻ ഡിവോഴ്സ് ചോദിച്ചിട്ട് സുധീഷ് തരില്ല എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സുധീഷ് ഡിവോഴ്സ് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാലും അല്ലേ കാരണമൊക്കെ വേണ്ടി വരും മാം. ഞങ്ങൾ രണ്ടുപേരും മ്യൂച്വലായിട്ടാ ഡിവോഴ്സ് ചോദിക്കുന്നതെന്ന് നിധി പറയുമ്പോൾ മാം പറയുകയാണ്, കറക്റ്റ് ആയിട്ടാ നിധി പറഞ്ഞത്. പക്ഷെ കോർട്ട് ഉടനെ ഒന്നും ഡിവോഴ്സ് തരില്ല. കൗൺസിലിങ്ങിന് പോകാൻ പറയും. അവിടെ ഉറപ്പായും അവര് റീസൺ ചോദിക്കും. അപ്പൊ നിങ്ങൾ റീസൺ പറയേണ്ടി വരും. സുധീഷ് കുറച്ചേരം പുറത്തിരിക്കോ, ഞാൻ വിളിക്കാം. ഇത് കേട്ട് സുധീഷ് നിധി ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോയിരിക്കുമ്പോൾ നിധി പറയുന്നു, മാം, ഞങ്ങൾ ഇഷ്ടമുണ്ടായിട്ട് കല്യാണം കഴിച്ചവരല്ല. അന്ന് ഞങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇത് കേട്ട് മാഡം ചോദിക്കുന്നു, വീട്ടിൽ നിർബന്ധിച്ചിട്ടാണോ നിങ്ങളുടെ കല്യാണം നടന്നത്? അപ്പോൾ നിധി പറയുന്നു, അങ്ങനെയല്ല മാം, എനിക്കിത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. ഈ കല്യാണം അപ്രതീക്ഷിതമായി നടന്നതാ. ഇങ്ങനെ ഒരു കല്യാണം നടക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല മാം. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നമൊന്നുമില്ല. ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങളുടെ ഇടയിൽ കാരണങ്ങളുമില്ല. ഡിവോഴ്സ് കിട്ടിയാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കി പോകാമായിരുന്നു. പ്ലീസ് മാം, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് വാങ്ങിച്ചു തരണം. ഇത് കേട്ട് ആ മാഡം ചോദിക്കുന്നു, എനിക്ക് സുധീഷിനോട് സംസാരിക്കാമോ? ഷുവർ മാം എന്ന് നിധി പറയുമ്പോൾ അഡ്വക്കേറ്റ് പറയുകയാണ്, നിധി പുറത്തിരുന്നിട്ട് സുധീഷിനോട് ഇങ്ങോട്ട് വരാൻ പറ. തുടർന്ന് സുധീഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, സുധീഷിനെ വിളിക്കുന്നുണ്ട്. എന്താ നിധി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, എന്തിനാ നമ്മൾ ഡിവോഴ്സ് ചെയ്യുന്നത്? കാരണം എന്താണ്? നമ്മളെ ആരെങ്കിലും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു സന്ദർഭം വന്നതുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം എങ്ങനെയാ നടന്നതെന്നൊന്നും ആ അഡ്വക്കേറ്റിനോട് പറയണ്ട. ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരിയെന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് പോകുമ്പോൾ നിധി അവിടേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് അരികിലേക്ക് വന്ന സുധീഷിനോട് അഡ്വക്കേറ്റ് ചോദിക്കുന്നു, നിങ്ങളുടെ ഇടയിലെ പ്രശ്നം എന്താ? ഒരു പ്രശ്നവും ഇല്ലാന്ന് സുധീഷ് പറയുമ്പോൾ അഡ്വക്കേറ്റ് പറയുകയാണ്, പക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങളുടെ ഇടയിൽ ഒരു കാരണവും ഇല്ലാന്നാ നിധി പറഞ്ഞത്. എന്താ റീസൺ നിങ്ങൾ കോടതിയിൽ പറയണ്ട. പക്ഷെ എന്നോടെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ എളുപ്പമായിരുന്നു. എന്താണ് ശരിക്കും നിങ്ങളുടെ ഇടയിലെ പ്രശ്നം? കാഴ്ചയിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങളും പറയുന്നു നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന്. പിന്നെന്താ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചാൽ? വിഷമത്തോടുകൂടി സുധീഷ് പറയുന്നു, എനിക്ക് ഡിവോഴ്സ് വേണ്ട മാഡം. നിധി ആ ഡിവോഴ്സ് ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് ചോദിക്കുന്നു, നിധിക്ക് സുധീഷിനെ ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അപ്പൊ സുധീഷ് പറയുന്നു, അങ്ങനെയൊന്നുമില്ല മാഡം, ഞങ്ങളുടെ കല്യാണം അപ്രതീക്ഷിതമായി നടന്നതാ. പക്ഷെ എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടമാണ്. ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിധി ആ ഡിവോഴ്സ് ചോദിക്കുന്നത്. ഡിവോഴ്സ് തരാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല മാഡം. ഇത് കേട്ട് അഡ്വക്കേറ്റ് പറയുകയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് നിധിയോട് സംസാരിച്ചൂടെ? എന്നിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കൂ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഞാൻ പറഞ്ഞാൽ നിധി കേൾക്കില്ല. ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ എന്നുള്ള തീരുമാനത്തിലാണ് നിധി. അഡ്വക്കേറ്റ് ചോദിക്കുന്നു, ഇപ്പൊ ഞാൻ ഡിവോഴ്സുമായി മുന്നോട്ട് പോണോ അതോ നിങ്ങൾ സംസാരിച്ച് ഈ പ്രശ്നം തീർക്കുമോ? അപ്പൊ സുധീഷ് പറയുകയാണ്, മാഡം ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിധി ഡിവോഴ്സ് വേണോന്നുള്ള പിടിവാശിയില്ല. മാഡം ഡിവോഴ്സിന് അപ്ലൈ ചെയ്തോ? ഇത് കേട്ട് ആ മാഡം പറയുന്നു, ഓക്കെ, ഐ വിൽ ഡു ഇറ്റ്. നിധിയെ കൂടി വിളിക്ക്. തുടർന്ന് നിധിയും സുധീഷും അഡ്വക്കേറ്റിന്റെ അരികിലേക്ക് വരികയാണ്. അഡ്വക്കേറ്റ് പറയുന്നു, നിങ്ങളുടെ പ്രൂഫ്സ് ഒന്നതാ. നിധിയും സുധീഷും ആധാർ കാർഡ് കൊടുക്കുകയാണ്. അതെല്ലാം വാങ്ങിച്ചു നോക്കി അഡ്വക്കേറ്റ് പറയുന്നു, ഇതിലൊന്ന് സൈൻ ചെയ്യണേ. നിധി ആ ഫോമിൽ സൈൻ ചെയ്യുമ്പോൾ സുധീഷ് വിഷമത്തോടുകൂടി നിധിയെ നോക്കുകയാണ്. ശേഷം സുധീഷും വളരെ വിഷമത്തോടുകൂടി സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് അഡ്വക്കേറ്റ് പറയുന്നു, ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കിയിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യാം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും വന്നാൽ മതി. താങ്ക് യു മാം എന്ന് പറഞ്ഞ് സുധീഷും നിധിയും അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് സുധീഷും നിധിയും റോഡ് സൈഡിലൂടെ നടന്നു വരുമ്പോൾ ഒരു ക്യാമറയൊക്കെയായി നിൽക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലുകാരൻ. സന്തോഷത്തോടുകൂടി സുധീഷ് ചോദിക്കുന്നു, ബ്രോ നിങ്ങളോ? ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഇപ്പം 1 മില്യൺസിന് മേലെ ഫോളോവേഴ്സ് ഉണ്ടല്ലോ. സൂപ്പർ ബ്രോ എന്ന് പറഞ്ഞ് അയാൾക്ക് കൈ കൊടുക്കുകയാണ് സുധീഷ്. ഞാൻ
ഞാൻ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ആണെന്ന് സുധീഷ് പറയുമ്പോൾ അയാൾ പറയുകയാണ് അപ്പൊ ഉറപ്പായും എന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയല്ലോ. ഷുവർ എന്ന് സുധീഷ് പറയുമ്പോൾ അയാൾ ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് അല്ലേ? പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു അതെ ബ്രോ, ഞങ്ങൾ രണ്ടുപേരും കപ്പിൾസാ. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ഒന്ന് പതറി അയാളെ നോക്കുകയാണ്. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ എന്ന് അയാൾ ചോദിക്കുമ്പോൾ നിധി പറയുന്നു അതൊന്നും വേണ്ട. അപ്പോൾ അയാൾ പറയുകയാണ് ഫണ്ട് ആയിരിക്കും മാഡം, പാടുപെടുത്തുന്ന ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ ചോദിക്കില്ല, വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. ബ്രോയോട് തന്നെ ആദ്യം ചോദിക്കാം, ബ്രോയുടെ പേരെന്താ? സുധീഷ് പേര് പറയുമ്പോൾ അയാൾ ചോദിക്കുന്നു ഇത് സുധീഷിന്റെ ലവർ ആണോ? അപ്പോൾ സുധീഷ് പറയുകയാണ് ലവർ അല്ല, വൈഫാ. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് ഇത് കാണാത്ത ഭാവത്തിൽ നിൽക്കുമ്പോൾ അയാൾ പറയുന്നു ഒരുപാട് നാളായില്ലെന്ന് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട്, നിങ്ങളെ ഒരുമിച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, ലവ് മാരേജ് ആയിരുന്നോ? അതേന്ന് സുധീഷ് പറയുമ്പോൾ നിധി കണ്ണു തള്ളി സുധീഷിനെ നോക്കുകയാണ്. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു നിങ്ങൾക്ക് എന്തോ ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ചോദിക്ക്. അയാൾ പറയുന്നു വളരെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ, മാഡത്തിന് ഇഷ്ടപ്പെട്ട കളർ ഏതാ? സുധീഷ് ബ്ലൂ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണ് അയാൾ. നിധി പറയുന്നു കറക്റ്റാ. മാഡത്തിന് കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം എന്തൊക്കെയാണെന്ന് അയാൾ ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് നിധിക്ക് എല്ലാ ഭക്ഷണവും ഇഷ്ടമാ, ചിക്കൻ ആണെന്ന് തോന്നുന്നു ഏറ്റവും ഇഷ്ടം, വെജില് സാമ്പാറും പൊട്ടറ്റോ ഫ്രൈയും ഒക്കെ ഇഷ്ടമാ. നിധി വിശ്വസിക്കാനാകാതെ സുധീഷിനെ നോക്കുമ്പോൾ അയാൾ ചോദിക്കുന്നു കറക്റ്റ് ആണോ മാഡം? അങ്ങനെ അയാൾ നിധിയുടെ ഓരോരോ ഇഷ്ടങ്ങളും ചോദ്യങ്ങളായി ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആൻസർ പറയുകയാണ് സുധീഷ് ആൻസർ പറയുന്നത് കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ് നിധി. തുടർന്ന് അയാൾ പറയുന്നു എല്ലാ ചോദ്യങ്ങൾക്കും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞ ആദ്യത്തെ ആള് സുധീഷ. മാഡത്തിനെ കുറിച്ച് എല്ലാം അറിയാലോ. ഇന്നത്തെ ചെറുപ്പക്കാർ ഭാര്യമാരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല. മാഡം ലക്കിയ. ഇനി മാഡത്തിനോട് ചോദിക്കാം. നിധി ടെൻഷനോട് കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ് സാരമില്ല പറഞ്ഞു. സുധീഷിന് ഏത് കളറാ ഇഷ്ടം? നിധി റെഡ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണ് അയാൾ. സുധീഷ് പറയുകയാണ് എനിക്ക് ബ്ലാക്കാ ഇഷ്ടം. ഈ അടുത്ത് ഒരു റെഡ് കളർ ഷർട്ട് നിധി എനിക്ക് വാങ്ങിച്ചു തന്നിരുന്നു, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് നിധി റെഡ് എന്ന് പറഞ്ഞത്. അയാൾ ചോദിക്കുന്നു ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? അപ്പോൾ നിധി പറയുകയാണ് സുധീഷ് നന്നായി ഭക്ഷണം കഴിക്കാറുണ്ട്, ഫിഷ് ആണെന്ന് തോന്നുന്നു ഏറ്റവും ഇഷ്ടം. അപ്പൊ സുധീഷ് പറയുകയാണ് എനിക്ക് ഫിഷ് അത്ര ഇഷ്ടമല്ല, മട്ടൺ നന്നായി കഴിക്കാറുണ്ട്, വീട്ടില് മട്ടൺ അങ്ങനെ എടുക്കാത്തത് കൊണ്ട് നിധിക്ക് അറിയില്ല. ഇത് കേട്ട് അയാൾ പറയുകയാണ് കണ്ടില്ലേ മാഡം തെറ്റായിട്ട് പറഞ്ഞിട്ട് പോലും ബ്രോ മാച്ച് ചെയ്ത് സംസാരിക്കുന്നത്. ഒരു വഴക്കുണ്ടായാൽ ആരാ ഫസ്റ്റിൽ സോറി പറയുന്നത്? ഒന്ന് പതറി നിധി പറയുന്നു അത് സുധീഷ. കറക്റ്റ് ആണോ എന്ന് സുധീഷിനോട് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് കറക്റ്റാ. അയാൾ ചോദിക്കുന്നു ആരാ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്? സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു അത് ഞാനാ. ബ്രോ കറക്റ്റ് ആണോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് അതെ. അപ്പോൾ അയാൾ പറയുകയാണ് ഇത് സമ്മതിച്ചു തരാൻ ഉറപ്പായും ധൈര്യം വേണം. സൂപ്പർ മാഡം. തുടർന്ന് ക്വസ്റ്റ്യനുകൾ ചോദിക്കുമ്പോൾ നിധി ആൻസർ പറയുകയാണ്. ശേഷം അയാൾ പറയുന്നു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഒഴിച്ച് നിധി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്കായി ഒരു ചെറിയ ഗിഫ്റ്റ് തരുന്നുണ്ട്, രണ്ടുപേരും ചേർന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഒരു റോസ് ഫ്ലവറിന്റെ ബൊക്കെ കൊടുക്കുകയാണ് അയാൾ. സുധീഷ് അത് വാങ്ങാനായി തുടങ്ങുമ്പോൾ അയാൾ പറയുന്നു രണ്ടുപേരും കൂടി ചേർന്ന് വാങ്ങിക്കുക. നിധിയും സുധീഷും സന്തോഷത്തോടു കൂടി അത് വാങ്ങുകയാണ്. അയാൾ പറയുന്നു നിങ്ങൾ ശരിക്കും അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കപ്പിൾസ് ആണെന്ന് പറഞ്ഞ് അയാൾ മുന്നോട്ട് നടന്നു പോകുമ്പോൾ ബൊക്കയും പിടിച്ച് മുന്നോട്ട് കിടക്കുന്ന നിധി പറയുകയാണ് അണ്ടർസ്റ്റാൻഡിംഗ് കപ്പിൾ ആണെന്ന്. ഇവരൊക്കെ ആരാ? അപ്പോൾ സുധീഷ് പറയുകയാണ് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ അവരെ വിളിച്ച് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് വരുന്ന വരവാ നമ്മളെന്ന് പറയാം. അതൊക്കെ എന്തിനാണെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് പറയാവുന്നേ, അതല്ലേ സത്യം. അപ്പോൾ നിധി പറയുകയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ നിൽക്കട്ടെ, എന്തിനാ മറ്റുള്ളവരോട് പറയുന്നത്? അങ്ങനെ ആ ഫ്ലവറിന്റെ ഇതളുകൾ കളഞ്ഞുകൊണ്ട് നിധി ചോദിക്കുകയാണ് സുധീഷ് എങ്ങനെ എന്നെ പറ്റി എല്ലാം അറിഞ്ഞു വെച്ചിരിക്കുന്നത്? അപ്പോൾ സുധീഷ് പറയുകയാണ് നിധി എന്റെ കൂടെ തന്നെയില്ലേ, പിന്നെ ഞാൻ ഇതൊക്കെ അറിയാതിരിക്കുമോ? ഞാനും അവര് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ശരിയായ ഉത്തരം പറഞ്ഞത് കണ്ടില്ലേ സുധീഷ് എന്ന് നിധി ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ് കണ്ടു, ചിലത് ശരി ചിലത് തെറ്റ്. നിധി ചോദിക്കുന്നു സുധീഷിന്റെ ഇഷ്ടപ്പെട്ട കളർ എന്താ, കഴിക്കാൻ എന്താ ഇഷ്ടമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? സുധീഷ് ചോദിക്കുന്നു നിധി എന്നോടും പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ചോദിച്ചിറങ്ങിട്ടുമില്ല, ഓർമ്മയിൽ വെച്ചിട്ടുമില്ല അല്ലേ? നിധി ചോദിക്കുന്നു സുധീഷ് ഗസ് ചെയ്ത് പറഞ്ഞതല്ലേ, കൂടുതൽ സ്ത്രീകൾക്കും ബ്ലൂവും പിങ്കും ഒക്കെയാണ് ഇഷ്ടം. പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ് ശരി അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ഗസ് ചെയ്തിട്ടാണെങ്കിലും നിധിക്ക് എന്താണ് ഇഷ്ടമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലേ, അത് മതി. ശരി നമുക്ക് പോകാന്ന് പറഞ്ഞ ആ ബൊക്കെ വലിച്ചെറിഞ്ഞ് നിധി സുധീഷിന്റെ ഒപ്പം പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്